നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സൂപ്പർ മൊമോസാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ഞാൻ ചിക്കൻ എടുക്കുന്നുണ്ട്. അതിൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വിരവി അത് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണല്ലോ അല്ലേ. അപ്പോൾ ഇതിൽ വലിയ ചേരുവകളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ജസ്റ്റ് ഒരു സവാള മാത്രമേ ഇടുന്നുള്ളൂ. സവാളയും മല്ലിയിലയും മാത്രമായിട്ടാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് മയണൈസാണ്. അത് മെയിനായിട്ട് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്താ സവാള ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എന്തായാലും ഉപ്പിടുന്നില്ല, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ഞാനിതിൽ ഉപ്പിടുന്നില്ല. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പം കൂടിപ്പോകും. അപ്പോൾ നമുക്ക് കണ്ട് ഇതിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് എരിവിനാവശ്യമുള്ളൊരു കുരുമുളക് പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കഴിക്കുന്നത് കൊണ്ട് കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് ക്രഷ് ചെയ്ത ചിക്കൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഹോം മെയ്ഡ് മയണൈസാണ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സാധനമാണല്ലോ ഈ മയണൈസ്. അപ്പം വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി, വേണമെങ്കിൽ റെസിപ്പി ഞാൻ ഇട്ട് തരാം. ഇതെല്ലാം ഫുള്ള് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് തന്നെ ആ മയോണൈസാണ് കേട്ടോ. അപ്പം നല്ല ജ്യൂസി ആയിട്ടിരിക്കും. കഴിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും നിങ്ങളത് മസ്റ്റ് ട്രൈ ചെയ്യണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈസി ആൻഡ് സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ഷീറ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഫുൾ കവർ മാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഉപ്പൊക്കെ ഇട്ട് ശകലം എണ്ണയൊക്കെ വീഴ്ത്തി നല്ല കുഴച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. അധികം കട്ടിയാവാനും പാടില്ല, അതുപോലെ തന്നെ ലൂസാവാനും പാടില്ല. എന്നിട്ട് ഞാൻ ഈ കൗണ്ടർ ടോപ്പിലിട്ടാണ് എല്ലാം പരത്താറായിട്ട്. എനിക്ക് അതാണ് ഒരു ഇതം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതം കാണുമല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് കൗണ്ടർ ടോപ്പിലിട്ട് പരത്തുമ്പോൾ നല്ല വട്ടത്തിന് കിട്ടും. എനിക്ക് മറ്റേ പലകയിലൊന്നും ഇതാക്കുന്നത് എനിക്കിഷ്ടമല്ല. 20 ഷീറ്റിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മോമോസ് ഫില്ല് ചെയ്യണ പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ആ ഷീറ്റിനകത്ത് ഞാൻ നിറയെ വെച്ച് കേട്ടോ. ഇതിനകത്ത് നിറയെ ഫില്ലിങ് വെച്ചിട്ടാണ് ഞാൻ ആ മൊമോസിൻ്റെ രൂപത്തിൽ നല്ല ആയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഞാൻ ശ്രമിച്ചു. അപ്പോൾ എങ്ങനെ കോഴിയുടെ ഇടയൊക്കെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് എല്ലാം പല രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം തോന്നിയ കണക്കിനാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിറയെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഇരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. എനിക്ക് എല്ലാവരും സത്യം പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസി ആൻഡ് സിമ്പിളാണ്. അപ്പം നമ്മൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലതാണ് ഇങ്ങനെ വെറുതെ മയോണൈസും സവാളയും ചിക്കനും മാത്രമായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇഡലി തട്ടിൽ ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. കൈ ശ്രദ്ധിക്കേണ്ട, മാവ് കുഴച്ച് ചെയ്യാം. ഇഫ്താറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നാണ് എല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാം ഒരു വെപ്രാളായിപ്പോയി, കറണ്ട് പോയി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആകെ ഒരു വെപ്രാളത്തിലാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതാണ് ആ ഇരുട്ട് കാണുന്നത്. അപ്പോൾ എല്ലാം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. എന്നിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചു. ഇതൊരു 10-15 മിനിറ്റോളം ഞാൻ എന്തായാലും ഇതാക്കാൻ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളെ മൊമോസ് റെഡിയാണ്. നല്ല ചൂട് മൊമോസ്. ഇവിടെ സോസ് ഞാൻ കുട്ടിക്ക് കൊടുക്കാറില്ല. നമ്മൾ പൊതുവെ സോസ് കഴിക്കാറില്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് സോസൊന്നും എടുത്തില്ല. പിന്നെ അതിൻ്റെ ചട്ടണിയൊന്നും ഉണ്ടാക്കി നിൽക്കാനുള്ള നേരം ഉണ്ടായില്ല കേട്ടോ. എന്തായാലും സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും വരാം.